നല്ല ദീനുള്ള ചെറുപ്പക്കാരനാണ് കിലാബ് എന്നവര് റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ഒരുപാട് കാലായപ്പോ വാപ്പാക്ക് മോനെ കാണാൻ വല്ലാത്ത ആഗ്രഹമായി. മോനെ വരുന്നില്ലല്ലോ. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് 4-5 കൊല്ലൊക്കെ നിന്ന് വരുന്ന ആൾക്കാരുണ്ടാവും. ഉമ്മയും വാപ്പയൊന്നും കാണാൻ കൊതിയായിട്ട് യാ അല്ലാഹ് വല്ലാണ്ട് വിഷമിച്ചു പോകും. മക്കളെ കാണാൻ കൊതിയാകുമ്പോ മക്കൾ ഉമ്മയും ഉപ്പയെ കാണാൻ വേണ്ടി വരണം. അതിന് നമ്മൾ ചെലവഴിക്കുന്ന ടിക്കറ്റ്, അത് നമ്മൾ ചെലവഴിക്കുന്ന സമയം, അത് പുണ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്യോഗസ്ഥനായിട്ട് ഐലയിലേക്ക് നിയുക്തനായ കിലാബ് എന്ന് പറയുന്നവർ, അവരുടെ വാപ്പയാണ് ഉമയ്യ എന്ന സ്വഹാബി. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, ഉമർ എന്നവരെ, എനിക്കെന്റെ മോനെ കാണാൻ കൊതിയാവുന്നു. നല്ല രസമുള്ള ഒരു സംഭവമാണത്. എനിക്കെന്റെ മോനെ കാണാൻ കൊതി. അദ്ദേഹം ഒരു കവിത പാടി, രസകരമായൊരു കവിത. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബ് അല്ലാഹി ലൗ അഖലൽ കിതാബാ ഉനാദിഹി ഫയുരിദു ഫീ ഇബാഇൻ ഫലാ വഅബി കിലാബിൻ മാ അസ്വാബാ ഇദാ സജഅത് ഹമാമതു ബിത്വീനി വാദിൻ إلى بيضاتها أدعو كلابا تركت أباك مرشعة يداه وأمك ما تسويغ لها شرابا فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. ഉമറേ, എൻ്റെ മോൻ കിലാബ് നിങ്ങളുടെ ഉദ്യോഗസ്ഥനായ ഐലയിലേക്ക് നിയുക്തനായവനാണ്. എൻ്റെ മോൻ കിലാബിനെ കാണാൻ കൊതിയാകുന്നു. എൻ്റെ മോൻ വരുന്നില്ല ഉമറേ. മോനോട് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു, തറക്ത അബാക മുർശിഅതൻ യദാഹു وأمك ما تسويغ لها شرابا. മോനെ, നിന്റെ ഉപ്പയുടെ കൈകാലുകൾ വിറക്കുകയാണ്. നിന്റെ ഉമ്മാക്ക് ഒരു വെള്ളം പോലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല മോനെ, നിന്നെ കാണാതെ. മോനെ, നിന്റെ വാപ്പയായ ഞാനും നിന്റെ ഉമ്മയും മരണപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ മരണശേഷം നിനക്ക് പുണ്യം വേണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ, മോനെ, അത് മരീചികയിൽ വെള്ളം തേടുന്നവനെ പോലെയാണ്. കിട്ടൂല മോനെ. ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ കിട്ടാണ്ട് മരിച്ചു പോയിട്ട് പിന്നെ വാപ്പാന്റെ കബറിങ്ങ വന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മോനെ. നിന്നെ കാണാൻ കൊതിയാവുന്ന മോനെ ഞങ്ങളുടെ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് അലിവ് വന്നു. ഉമർ തങ്ങൾക്ക് വേദനയായി. ഒരു പിതാവ് മോനെ കാണാൻ വേണ്ടി കാണിക്കുന്ന ഒരു വെപ്രാളം. ഉമർ എന്നവർ കത്തെഴുതി കിലാബിന്, കിലാബേ, നിങ്ങൾ ഐലയിൽ നിന്ന് തിരിച്ചു വരണം. തിരിച്ചു വന്നു. ഉമർ എന്നൊരു കത്ത് കിട്ടിയപ്പോ ഈ മോന് വന്നു. വാപ്പയെ കാണിച്ചു കൊടുത്തില്ല. വാപ്പയുടെ വിവരം പറഞ്ഞു, കിലാബേ, നിന്റെ പിതാവിന് നിന്നെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. നീ നിന്റെ ഉപ്പാക്ക്, അപ്പൊ ഈ കവിത ചൊല്ലിക്കൊടുത്തു ഉമർ. നിന്റെ വാപ്പ പാടിയ പാട്ടാണിത് എന്ന് പറഞ്ഞു. ഉമർ എന്നവർ ഈ പാട്ടങ്ങ് ചൊല്ലിക്കൊടുത്തു. നീ നിന്റെ വാപ്പാക്ക് എന്താ ചെയ്തു കൊടുത്തിരുന്നത്? ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കൈ കൊണ്ട് പാല് കറന്ന് എൻ്റെ ഉപ്പാക്ക് കുടിക്കാൻ കൊടുക്കും. അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് കറന്നിട്ടാ കൊടുക്കുക. എന്നാ പിന്നെ കാര്യം ചെയ്യേ, നീ ഒരു കപ്പ് പാല് ഒന്ന് കറന്നിട്ട് വാ, വാപ്പ കാണണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയൊക്കെ ഉറങ്ങിയ നേരത്ത് വീട്ടിലെ ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് ഉമർ തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുത്തു കിലാബ് എന്നവരെ. ഉമർ തങ്ങൾ വാപ്പയെ വിളിച്ചു. കിലാബിനോട് പറഞ്ഞു, നീ ഒളിച്ചിരിക്കും, വാപ്പയുടെ മുമ്പിലേക്ക് വരല്ലേ. വാപ്പയുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പയായ ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട്, ഉമയ്യ, എന്തൊക്കെയുണ്ട് വിവരം? ഞാൻ പറഞ്ഞ പോലെ തന്നെ മോനെ കാണാൻ ആഗ്രഹമുണ്ട്, മോനെ കാണാൻ കിട്ടുന്നില്ല. എന്തിനൊക്കെ കുടിക്കണ്ടേ? ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നു. ആ പാല് ഇങ്ങോട്ട് കുടിക്കുമ്പോ ഇയാള് പറഞ്ഞു, ഇന്നീല അശുമ്മു റായിഹത യദൈ കിലാബ്. ഉമറേ, എന്റെ മോൻ കിലാബിന്റെ കൈകളുടെ മണമുണ്ടല്ലോ ഈ പാലിന്. അയാൾ കണ്ടിട്ടില്ല മോൻ വന്നത്.
പക്ഷെ പാല് കുടിച്ചപ്പോഴേക്ക് ഓർമ്മ വന്നു. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖമീസ് ഈജിപ്തിൽ നിന്ന് കൻആനിലേക്ക് പുറപ്പെടുമ്പോൾ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ, ഇന്നി ലഅജിദു റീഹ യൂസുഫ്. യൂസുഫ് നബിയുടെ ആ ഒരു സുഗന്ധം എനിക്ക് അനുഭവപ്പെടാൻ കഴിയുന്നു. മക്കൾ പറഞ്ഞു, വാപ്പാ യൂസുഫൊക്കെ മരിച്ചിട്ട് കാലം എത്രയായി, നിങ്ങൾ ഈ പിച്ചും പേയും പറയൽ നിർത്തിയിട്ടില്ലേ? ഇല്ല മക്കളെ, എനിക്ക് എൻ്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. അപ്പോഴാ യൂസുഫ് നബിയുടെ ഖമീസ്, വാപ്പയുടെ കണ്ണുപോയ കണ്ണ് തിരിച്ചു കിട്ടാൻ മുഅ്ജിസത്തായി അല്ലാഹു നൽകുന്ന അത്ഭുതമായിരുന്നു അത്. ആ ഖമീസുമായി ഈജിപ്തിൽ നിന്ന് ആള് പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞു, എൻ്റെ യൂസുഫിന്റെ മണം വരുന്നുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഇനി യാത്ര ചെയ്യാനുണ്ട് കൻആനിലേക്ക് എത്താൻ. യാ അല്ലാഹ്, നമ്മൾ ഈജിപ്തിൽ നിന്ന് ബസ് കയറിയാൽ തന്നെ ഫലസ്തീനിലെത്തണമെങ്കിൽ ഒരു 18-20 മണിക്കൂറുള്ളൂ ഫലസ്തീനിലെത്താൻ. അവിടുന്ന് ഫലസ്തീൻ മുഴുവൻ ക്രോസ് ചെയ്യണം, ഒരു 6-7 മണിക്കൂർ അതെടുക്കും. അത് കഴിഞ്ഞിട്ട് ജോർഡാനിൽ കടന്നിട്ട് വീണ്ടും ഒരു 10 മണിക്കൂറെങ്കിലും 8-10 മണിക്കൂറിൻ്റെ അടുത്ത് വീണ്ടും യാത്ര ചെയ്യണം മദീനയിലേക്ക് എത്തണമെങ്കിൽ. ഈജിപ്തിൽ നിന്ന് വിട്ടപ്പോഴേക്കും അതായത് ഇന്നത്തെ സ്പീഡ് പോകുന്ന ഈ റോഡുള്ള കാലം, അന്നത്തെ യാത്രയല്ല. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്കും യാക്കൂബ് നബി, എൻ്റെ യൂസുഫിന്റെ മണം വരുന്നു. ഉമയ്യ എന്നവര് പാല് കുടിച്ചൻ പറഞ്ഞു, ഉമറേ, എന്റെ കിലാബിന്റെ കയ്യിന്റെ ഒരു മണമുണ്ടല്ലോ ഈ പാലിന്. ഉമർ എന്നവരിങ്ങ ചിരിച്ചു റളിയല്ലാഹു അൻഹു, സന്തോഷം കൊണ്ട്. പിന്നെ ഉമർ എന്നവർ കരയാ ഉണ്ടായത്. ഞങ്ങൾ കരഞ്ഞു, യാ അല്ലാഹ്, ഇങ്ങനെ സ്നേഹമുള്ള വാപ്പവും മക്കളുണ്ടോ? എന്നിട്ട് പറഞ്ഞു, കിലാബ് അവിടെ ഇരിക്കുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, ഉഖ്റുജി യാ കിലാബ്, കിലാബേ ഇങ്ങോട്ട് വരിൻ. ഹാദാ കിലാബ് ഇബ്നുക് ഉമയ്യ, നിങ്ങളുടെ മകൻ കിലാബാണിത്. വാപ്പയും മോനും കെട്ടിപ്പിടിച്ചു. ഉമർ എന്നവർ പറഞ്ഞു, ജാഹിദ് ഫീ അബവൈക, കിലാബേ, നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നിങ്ങൾ സേവനം ചെയ്ത് ജീവിക്കുക. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മസമരം. ഇനി എന്റെ ജോലിക്ക് നിങ്ങൾ പോവണ്ട, ഇനി നിങ്ങൾ ഗവർണറായി ജോലി ചെയ്യണ്ട, മദീനയിൽ നിന്നേക്കണം, നിങ്ങളുടെ ഉമ്മയെ ഉപ്പയെ സന്തോഷിപ്പിച്ചേക്കണം. റളിയല്ലാഹു തആല അൻഹു. ഓരോരുത്തരും അവരവരുടെ വാപ്പമാരെ നോക്കിയ ചരിത്രം, സ്വഹാബിമാരുടെ ചരിത്രം എടുത്തവർ ഒരുപാട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ നോക്കിയത്, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് എന്ന വാപ്പയെ നോക്കിയത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ സിദ്ദീഖ് തങ്ങളെ നോക്കിയത്, ജാബിർ റളിയല്ലാഹു അൻഹു വാപ്പയായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹുവിനെ നോക്കിയത്, സഅദ് ഇബ്നു ഉബാദ തങ്ങളെ മകൻ ഖൈസ് ഇബ്നു സഅദ് എന്നവരെ നോക്കിയത്, അലി തങ്ങളെ ഹസൻ ഹുസൈനാർ മക്കളെ നോക്കിയത്, സുബൈർ എന്നവരും അവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരും ഉള്ള ബന്ധം, അബ്ബാസ് എന്നവരും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഒരുപാട് ഭയങ്കരമാണ്. എന്താണ് ഉമ്മയെ വാപ്പയെ നോക്കിയാൽ കിട്ടാൻ പോകുന്നത്? ഇതൊന്നും ന്യൂ ജനറേഷൻ അറിയില്ല. ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കും, ഒരു ഡിപ്ലോമ കോഴ്സിൽ ഇതൊന്നും പറയില്ല. അതൊക്കെ പഠിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കിതാബും ദീനും പഠിക്കണം. ഉമ്മയെ വാപ്പയെ നോക്കി എന്താ കിട്ടാൻ പോകുന്നത്? ഒന്ന്, ദുആക്ക് ഉത്തരം ഉണ്ടാവും. ഉമ്മയും വാപ്പയും ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഗുഹയിൽ കിടന്ന 3 ആളുകൾ. ചരിത്രം നമുക്കറിയാം, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നത്. സ്വാലിഹീൻ അടക്കമുള്ള നമ്മുടെ ഹദീസിന്റെ, നമുക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഹദീസ് ഗ്രന്ഥം ഇമാം നബവി തങ്ങളുടെ റിയാദുസ് സ്വാലിഹീൻ വരെയുള്ള ചരിത്രം അല്ലേ. ഗുഹാമുഖത്ത് വന്നു, പാറ അടഞ്ഞു വന്നു, പാറ നീങ്ങിപ്പോകുന്നില്ല. 3 പേരും തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു. അവരവർ ചെയ്ത അമലുകളെ മുൻനിർത്തിയിട്ട് അല്ലേ, ചരിത്രം ഓർമ്മയുണ്ടല്ലോ. അതിൽപ്പെട്ട ഒരാൾ എന്താ പറഞ്ഞത്? അല്ലാഹുവേ, എനിക്ക് പ്രായമായ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്റെ മക്കളോ ഞാനോ എന്റെ ഭാര്യയോ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് എന്റെ മാതാപിതാക്കളെ ഞാൻ ഭക്ഷിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആടുകളെ മേച്ചു നടന്ന് നേരം വൈകുന്നേരം ഞാൻ എൻ്റെ പാലുമായി വന്നപ്പോ എൻ്റെ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അല്ലാഹുവേ, നിനക്കറിയുമല്ലോ. ആ ഉമ്മയെ പാല് കുടിപ്പിക്കാൻ നോക്കുമ്പോ ഉമ്മ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്തുന്നത് അദബുകേടാണ്. ഇതൊന്നും പല കുട്ടികൾക്കും അറിയില്ല. ഉറങ്ങുന്ന ഉമ്മാനെ പോയി വിളിക്കും, ഉറങ്ങുന്ന വാപ്പായെ പോയി ഡിസ്റ്റർബ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഉറക്കൊച്ച വെച്ച് കളിക്കും. മക്കൾക്ക് അറിയുന്നില്ല ഇതൊക്കെ അദബുകേടാണ്. ഉറങ്ങുന്ന ഉമ്മയെ ഉപ്പയെ വിഷമിപ്പിക്കാൻ പാടില്ല. ഞാൻ അവിടെ നിന്നു. എന്റെ മക്കള് കൈപിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഉപ്പാ, ഒരിറക്ക് വെള്ളം വേണം, പാല് വേണം, വിശക്കുന്നു എന്ന്. എന്റെ മക്കള് കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്.
അവരാർക്കും കൊടുക്കാതെ ഞാനും കുടിക്കാതെ നേരം പുലരുന്നവരെ എൻ്റെ ഉമ്മയുടെ അരികത്ത് ഉമ്മ ഉണരുമ്പോൾ കുടിപ്പിക്കാൻ വേണ്ടി പാൽപാത്രവുമായി നിന്നിട്ടുണ്ടല്ലോ റബ്ബേ. എൻ്റെ ഉമ്മ ഉണർന്നു നേരം വെളുത്തപ്പോ, എന്താ മോനെ ഇവിടെ? ഉമ്മ നിങ്ങൾക്ക് വേണ്ടി പാൽപാത്രവുമായി കാത്തിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ല ഉമ്മ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ കുടിച്ചു, അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മക്കളെ കുടിപ്പിച്ചത്. ഞാനിത് ചെയ്തത് നിനക്ക് വേണ്ടിയാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ എന്ന് പറഞ്ഞപ്പോ അടഞ്ഞു കിടക്കുന്ന ഗുഹാമുഖത്ത് വന്ന് അടഞ്ഞിരിക്കുന്ന ആ പാറ നീങ്ങുകയുണ്ടായി എന്ന ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചത് സത്യം മാത്രം പറഞ്ഞ സ്വാദിഖും മസ്ദൂഖുമായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഉപകാരം, പാപങ്ങൾ പൊറുക്കപ്പെടും. വൻ പാപങ്ങൾ പോലും പൊറുക്കപ്പെടാൻ ഉമ്മാക്കുപ്പാക്ക് ഖിദ്മത്ത് എടുത്താൽ മദീന. വൻ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരാൾ വരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസബ്തു ദംബൻ അദീമാ ഫഹല്ലി മിൻ തൗബ. നബിയേ, ഞാനൊരു വലിയ കുറ്റം ചെയ്തു പോയി നബിയേ, എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ? വലിയൊരു തെറ്റ്. അദ്ദേഹം പറഞ്ഞില്ല എന്താണ് അതെന്ന്. തങ്ങൾ ഉടനെ ചോദിച്ചത്, ഉംറ ചെയ്യാൻ പോയിക്കോ, ഹജ്ജ് ചെയ്യാൻ പോയിക്കോ? ഒന്നല്ല. തങ്ങൾ ചോദ്യം എന്താണെന്നറിയോ? ഹല്ലക മിൻ ഉമ്മിൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? പറഞ്ഞില്ല, ഉമ്മ മരിച്ചുപോയി നബിയേ. ഹല്ലക മിൻ ഖാല, ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, ഉണ്ട് നബി, എനിക്ക് എളാമയുണ്ട്, മൂത്തമ്മയുണ്ട്. ഖാല ഫബിർറഹാ, ആ ഉമ്മായുടെ സഹോദരിക്ക് ചെന്നിട്ട് ഖിദ്മത്ത് ചെയ്തു കൊടുക്ക്, നിന്റെ വൻപാപം അല്ലാഹു പുറത്തു തരും. ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ വൻപാപം പുറത്തു തരും. ഒന്ന് ദുആക്കുത്തരം, വാപ്പാക്ക് ഖിദ്മത്ത് എടുത്തു, ഉമ്മാക്ക് ഖിദ്മത്ത് എടുത്താൽ ചെറുത് മാത്രല്ല വൻപാപങ്ങൾ വരെ അല്ലാഹു പുറത്തു തരുന്ന കഫാറത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് സമാനമായ ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവര്, അതാണ് ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, ഇബ്നു അമ്മി റസൂലില്ലാഹ്, തങ്ങളായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയ, മക്കയിലെ ഹറമിൽ ദർസ് നടത്തി വഫാത്താകാൻ ത്വായിഫിലേക്ക് പോയ, ഇന്ന് ത്വായിഫിൽ അന്ത്യവിഷമം കൊള്ളുന്ന ത്വായിഫിന്റെ സെൻട്രൽ മസ്ജിദ്, ത്വായിഫിലേക്ക് കയറി ചെന്നാൽ കാണുന്നത് ബവ്വാബത്തു ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് എന്നയുടെ പേരിൽ ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അവിടെയാണ് ഹറമിൽ നടക്കണ പോലെ ത്വായിഫിന്റെ ഭാഗങ്ങളിൽ ആരും വരിച്ചാലും ഇബ്നു അബ്ബാസ് എന്നയുടെ പള്ളിയിലേക്കാണ് കൊണ്ടുവരിക മയ്യിത്ത് നിസ്കരിക്കുക. ഏത് നിസ്കാരത്തിന്റെ കൂടെയും ഹറമിൽ ഇരുന്നാ കേൾക്കൂലേ, അസ്സലാത്തു അലൽ അംവാതി റഹിമകുമുല്ലാഹ്. എല്ലാ ഫർദ് നിസ്കാരത്തിനും ഒട്ടുമിക്കതിനും മയ്യിത്ത് നിസ്കാരം ഉണ്ടാവും ഹറമിൽ. അതുപോലെ മയ്യിത്ത് നിസ്കാരം ത്വായിഫിൽ കാണാൻ പറ്റും. മസ്ജിദ് നബവിയിൽ മദീനത്തുണ്ട്, പക്ഷെ ത്വായിഫിലും കാണാൻ പറ്റും. നൂറുകണക്കിന് തൂണുകളുള്ള വലിയ മനോഹരമായൊരു മസ്ജിദ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ പേരിലുണ്ട്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ മഖ്ബറ അവിടെയാണ്. ഹുനൈനിൽ ഒരുപാട് ശുഹദാക്കൾ കിടക്കുന്ന ത്വായിഫിലാണ്. മക്കയിൽ നിന്ന് 60-70 കിലോമീറ്റർ ദൂരത്ത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ സ്വഹാബിയാണ്, തങ്ങളാണ്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാളൊരു കഥ പറഞ്ഞു. ഇന്ന് പല പ്രേമം തലക്കടിച്ച് ഭ്രാന്ത് പിടിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന അതിഗുരുതരമായ തെറ്റ് എന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ വിഷയം അദ്ദേഹം എന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് എന്നവരോട്, ഇബ്നു അബ്ബാസ് എന്നവരെ, ഇന്നി ഖതബതു ഇംറഅതൻ ഫഅബത് അൻ തൻകിഹനി, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ചു, ഓള് പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു. വേറൊരുത്തം വന്ന് കല്യാണം കഴിക്കാൻ ആലോചിച്ചു, ഓൾ അയാളെ മതി എന്ന് പറഞ്ഞു. ആ ദേഷ്യം കൊണ്ട് ഞാൻ അവളെ കൊന്നുകളഞ്ഞു. ഫഹല്ലി മിൻ തൗബ, എന്നെ വേണ്ടാന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഞാൻ കൊന്നുകളഞ്ഞു. യാ അല്ലാഹ്, പടച്ചോനെ, എത്ര വലിയ തെറ്റാണ് ചെയ്തത്. ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു. ഫഹല്ലി മിൻ തൗബത്തിൻ, എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമോ? നിരപരാധിയായ ഒരു പെൺകുട്ടിയെ എനിക്കവളെ വിവാഹം ചെയ്യാൻ സമ്മതം തരാത്തതിന്റെ പേരിൽ ഞാൻ അവളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഫഗിർതു അലൈഹാ ഫഖതൽതുഹാ ഫഹല്ലി മിൻ തൗബ, എനിക്ക് പശ്ചാത്താപമുണ്ടോ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിച്ചപ്പോ മഹാൻ കൊടുത്ത മറുപടി, ഉമ്മുക ഹയ്യ, നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്.
തുബ് ഇലല്ലാഹി അസ്സ വജല്ല. എന്നാ പിന്നെ ഒന്നും പറയാനില്ല, അല്ലാഹുവിനോട് തൗബ ചെയ്യേ. വതഖറബ് ഇലൈഹി മസ്തതഅത്, വതഖറബ് ഇലൈഹി മസ്തതഅത്. അല്ലാഹുവിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യ്, പരമാവധി അല്ലാഹുവിലേക്ക് അടുക്കാൻ നോക്ക്, തൗബ ചെയ്യ്. ഉമ്മല്ലല്ലേ ഇല്ല എന്ന് പറയും, നീ തൗബ ചെയ്യ്, അല്ലാഹു പുറത്തരട്ടെ. അദ്ദേഹം പോയപ്പോ ആളുകൾ ചോദിച്ചു. ഈ ഹദീസ് ഇമാം അൽ ബുഖാരി തങ്ങൾ അൽ അദബുൽ മുഫ്രദിൽ, സ്വഹീഹിലല്ല അദബുൽ മുഫ്രദിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വഹീഹായ ഹദീസ്. അപ്പോ ആളുകൾ ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ് എന്നവരെ, ഈ അസർ ഇബ്നു അബ്ബാസ് എന്നവരെ, അയാൾ തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചത്? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർറിൽ വാലിദ. ഉമ്മാക്ക് സേവനം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായ വേറൊരു അമലുള്ളതായിട്ട് എനിക്കറിയില്ല. അതല്ലേ ഏറ്റവും വലിയ അമല്. അതുകൊണ്ടാണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ദൗമത്തുൽ ജന്ദലിൽ നിന്നൊരു പെണ്ണ് വരുന്നു. അവൾ സിഹ്ർ ചെയ്യുന്ന പെണ്ണായിരുന്നു. സിഹ്ർ ചെയ്യുന്ന പെണ്ണുങ്ങള്, പൊന്നാര പെണ്ണുങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടോളൂ. ഇത് കേൾക്കുന്ന, ലൈവ് കേൾക്കുന്ന ആളുകളുണ്ടായി, പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്നവര്. സിഹ്ർ അക്ബറുൽ ഖബായിറ, അള്ളാഹിനെ പേടിച്ചോളൂ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്, ചെറുതല്ല. ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്നുദ്ദേശിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ, അത് തലപ്പാവ് കെട്ടിയ ഉസ്താദുമാര് വരെ അതിലുണ്ട്, സിഹ്ർ ചെയ്യുന്നവർ. അള്ളാഹു അവർക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കട്ടെ. എന്താണ് തൊൽസമാത്ത്, എന്താ അസ്മാ എന്ന് പറയാൻ കിട്ടുന്ന പുസ്തകം വെച്ചിട്ട് കള്ളി വരച്ചിരിക്കുകയാണ്. പച്ചയായ സിഹ്ർ ചെയ്യുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക, പ്രയാസപ്പെടുത്തുക, രോഗികളാക്കിയ, പിശാചിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുക. ഇതിന് ഉസ്താദിനെ കാണാൻ വേണ്ടി പോകണം, ഇന്നാളെ കാണാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞ് സിഹ്റിന്റെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ പെണ്ണുങ്ങളാണ്. ഇത് പറയാതെ വയ്യ. പൊന്നാര പെണ്ണുങ്ങളെ, നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ടോളി. ഒരു മനുഷ്യനെ എങ്ങാനും ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണി, ഒരാൾക്ക് നിങ്ങൾ 100 രൂപ കൊടുത്താൽ മതിയാവും. ചിലപ്പോ ഒരു മനുഷ്യന്റെ ലക്ഷങ്ങൾ തകർന്നു പോകാൻ. ജീവനോടെ നടക്കുന്ന ഒരു മനുഷ്യനെ രോഗിയായി കിടത്താൻ നിങ്ങൾ ഈ സിഹ്ർ ചെയ്യുന്നവന് കൊടുക്കുന്ന ഏതെങ്കിലും ചെറിയ ദക്ഷിണ മതിയാവും. മുസ്ലിം അല്ലാത്തവരോടും മുസ്ലിമീങ്ങളോടും ചെന്നിട്ട് പച്ചയായ സിഹ്ർ ചെയ്യിപ്പിക്കുന്ന പരിപാടി. അതുകൊണ്ടാണ് ഖുർആൻ വമിൻ ശർറിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന നഫ്സുകൾ എന്നവിടെ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ, സിഹ്ർ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ ചെയ്യിപ്പിക്കുന്നത് പെണ്ണുങ്ങളാണ് എന്ന് അല്ലാഹു അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിനെ ഭയപ്പെട്ടോളൂ. എങ്ങാനും തൗബ ചെയ്യാൻ കഴിയാതെ മരിച്ചാൽ നരകമാണ്. അള്ളാഹു ആ തൗബ സ്വീകരിച്ചില്ലെങ്കിൽ നരകമാണ് അതിന്റെ ശിക്ഷ. ഒരു മനുഷ്യനോട് ദുൽമ് ചെയ്യാൻ, ആരോടെങ്കിലും വെറുപ്പുണ്ടായതിന്റെ പേരിൽ, ആരോടെങ്കിലും ദേഷ്യമുള്ളതിന്റെ പേരിൽ ഇതുപോലെയുള്ള സിഹ്റിന്റെ പണി ഒരാൾക്കും ഈ ശറഅ അനുവദിച്ചിട്ടില്ല, ചെയ്യാൻ പാടില്ല. പഠിക്കൽ ഹറാമാണ്, അത് ചെയ്യൽ ഹറാമാണ്, അത് ചെയ്യുന്നവരടുത്ത് പോകൽ ഹറാമാണ്, അതിന് ഓട്ടോറിക്ഷ വിളിക്കൽ ഹറാമാണ്, പൈസ കൊടുക്കൽ ഹറാമാണ്. അതിന്റെ പേരിൽ ഈ പച്ചയായ സിഹ്ർ നാടുകളിൽ എല്ലാവിധ അമ്പലത്തിലും അവിടെ ഇവിടെയും ഉസ്താദന്മാര് പലരും, അതിൽ നല്ല ആൾക്കാരുണ്ട്, സ്വാലിഹീങ്ങളായ ആബിദീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ദുആ ചെയ്യുന്ന, റുഖിയ ചെയ്യുന്ന, നല്ല ചികിത്സ ചെയ്യുന്ന ആലിമീങ്ങളുണ്ട്. പക്ഷേ കള്ള നാണയങ്ങളും നല്ല നാണയത്തിന്റെ അടിയിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് സിഹ്ർ ചെയ്യിപ്പിക്കുക, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുക. അവനൊരു എന്റെ അയൽവാസി പെണ്ണ് കുടുങ്ങണം, ഇവനിങ്ങനെ അടങ്ങേറാവണം, അവന്റെ ആ വീടൊന്ന് നഷ്ടപ്പെടണം, അവന്റെ ആ ജോലി ഒന്ന് പോയി കിട്ടണം, അവനൊന്ന് തലകുത്തനെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരണം. ഇതൊക്കെയാ ലക്ഷ്യങ്ങൾ. സംഘടനാ വൈരാഗ്യങ്ങളുടെ പേരിൽ നടക്കുന്നത് വേറെ. ഇതൊന്നും ഒരു നിലക്കും അള്ളാന്റെ മുമ്പിൽ ന്യായീകരിക്കാൻ പറ്റൂലേ. ലാ നുഹല്ലിലു ഹറാമൻ വലാ നുഹർരിമു ഹലാലൻ. ഒരു ഹലാലിനെ ഹറാമാക്കാനോ ഒരു ഹറാമിനെ ഹലാലാക്കാനോ ഒരു പടപ്പിനെ കൊണ്ടും പറ്റില്ല. ഹറാം ഹറാമ് തന്നെയാണ്. അത് തലയെക്കെട്ട് കെട്ടി ചെയ്താലും കെട്ടാതെ ചെയ്താലും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സാഹിറത്തിന് വലിയ ശിക്ഷയാണ് ശറഅ് വിധിച്ചിട്ടുള്ളത് സിഹ്ർ ചെയ്യുന്നവർക്ക്. അങ്ങനത്തെ ഒരു പെണ്ണ് ദൗമത്തുൽ ജന്ദലിൽ നിന്ന് വന്നു. സൗദി അറേബ്യയുടെ ഖസീം അഹ്സാഇന്റെ ആ ഒരു ഭാഗങ്ങളിൽ ഇന്നുമുള്ള സ്ഥലമാണ് ദൗമത്ത് ജന്ദൽ. അവിടെ നിന്നൊരു പെണ്ണ് വന്നു. ആ പെണ്ണ് മദീനയിൽ വന്നിട്ട് കരയാണ്. ആ പെണ്ണിന് അന്ന് അറിയില്ലായിരുന്നു. അവൾ സിഹ്ർ ചെയ്ത് കൊടുക്കും. ആളുകൾ വരുന്നു, സിഹ്ർ ചെയ്ത് മനുഷ്യന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കുക.
കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ തലമുടി, അവരുടെ നഖം, അവരുടെ വീട്ടിലുപയോഗിക്കുന്ന കൊച്ചു ടോയ്, പിഞ്ചു മക്കള്, ആ മക്കൾക്ക് വരെ ഉപദ്രവം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. എന്തായിരിക്കും അള്ളാഹു അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ? അല്ലാഹു അഅലം. യാ അല്ലാഹ്, എത്ര വലിയ ദുൽമാണത്! വലിയ ദുൽമാൻ ചെയ്യല്ലേ, ആരും അതിൽ കൂട്ടുനിൽക്കല്ലേ, ആരും അത് ചെയ്തു പോവല്ലേ. ഒരു മനുഷ്യരെ ഉപദ്രവിക്കാൻ ആരെന്ത് ചെയ്തു തരുന്നുണ്ടോ അത് സിഹറായിരിക്കും, അതിന് നോക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി നിങ്ങൾ ആരോട് എന്ത് സഹായം ചോദിക്കുന്നുണ്ടോ ആ മനുഷ്യൻ ചെയ്തു തരുന്നത് സിഹറാണ്, യാതൊരു സംശയവുമില്ല. അത്തരം ആളുകളടുത്ത് പോകാനും പാടില്ല, അവരെ സമീപിക്കാനും പാടില്ല. അവര് തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്, പോകുന്നവരും ചെയ്തു കൊടുക്കുന്നവരും. ഇതൊക്കെ അറദുൽ ഹയാത്തി ദുന്യ, 2 റുപ്യ കിട്ടിയെന്ന് വരും അല്ലേ, ദുന്യാവിൽ നല്ല വണ്ടിയും കാറൊക്കെ ഉണ്ടായി വലിയ ഉഷാറായി എന്ന് വരും. ഖബറിൽ ചെന്ന് കിടക്കുന്നൊരു ലോകം നമ്മെ കാത്തിരിക്കണില്ലേ?